നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടിയ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും മൊത്തത്തിലുള്ള ഈ 40 മണ്ഡലങ്ങളിൽ 16ഓളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറി കൃത്യമായി വിവരണാത്മകമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവ് സഹിതം സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു തന്നെയാണ് പല കാര്യങ്ങളിലും മുന്നോട്ടെങ്കിലും ഈ വിഷയത്തിൽ AICC കടുത്ത നടപടി വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ എപ്പോഴും ട്രോളാറുള്ളത് നിങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളിലും നിങ്ങൾ ദയനീയമായി തോൽക്കുന്നു എന്നതാണ്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വരികയാണ്. മധ്യപ്രദേശിലെ 6ഓളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറി, അവിടെ വോട്ടിരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് പിന്മാറിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ അവസാന നിമിഷം, അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പിന്മാറി കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. അതുകൊണ്ട് തന്നെ നോട്ടയ്ക്കാണ് അവിടെ 2.5 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തത്. BJP സ്ഥാനാർത്ഥി നോട്ടയെയാണ് 10 ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. എന്നാൽ വോട്ടിരട്ടിപ്പ് നടന്ന 6ഓളം മണ്ഡലങ്ങളും, അതേസമയം ഗുജറാത്തിൽ വോട്ടിരട്ടിപ്പ് നടന്ന 8ഓളം മണ്ഡലങ്ങളും വളരെ വ്യക്തമായിരുന്നു. രാജസ്ഥാനിൽ പല കളികളും ഉദ്ദേശിച്ച പോലെ നടന്നില്ല. കോൺഗ്രസ് അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നാൽ ഹരിയാനയിലും അതുപോലെ തന്നെ കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കർണാടകയിലും ഒക്കെ പ്രത്യേകമായ തട്ടിപ്പുകൾ നടന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലവും മുടിനാരിഴ കീറി പരിശോധിക്കുമ്പോഴാണ് ലോക്സഭാ ഇലക്ഷൻ എത്രത്തോളം ഫേക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. വിദേശ ശക്തികൾ സ്വാധീനിക്കപ്പെട്ടു എന്നതും ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ നിക്ഷേപം വലിയ തോതിൽ വാങ്ങിച്ചതിനെ പറ്റിയും സ്മൃതി ഇറാനി തന്നെയാണ് നേരത്തെ വെടിപൊട്ടിച്ചത്. അതിനെ ആസ്പദമാക്കിയും കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉയർത്തിയിരുന്നു. എന്നാൽ സ്മൃതി ഇറാനി ദേഷ്യത്തിൻ്റെ പേരിൽ, അതായത് തന്നെ പാർട്ടി കരിവേപ്പല പോലെ കളഞ്ഞു എന്നതിൻ്റെ എല്ലാ നിരാശയുടെയും പേരിലാണ് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ അറസ്റ്റ് ചെയ്യുകയും തെളിവ് സഹിതം സ്മൃതി ഇറാനിയിൽ നിന്നും ശേഖരിച്ച് അവരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്യണം എന്ന ആവശ്യമായിരുന്നു കൃത്യമായി ഉന്നയിച്ചത്. കപിൽ സിബലിനോടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടും ഒക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള സ്മൃതി ഇറാനി 2019 അമേത്തിയിൽ രാഹുൽ ഗാന്ധി അട്ടിമറിച്ച് ഏകദേശം 50,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അന്നു മുതൽ എന്തെന്നില്ലാത്ത ആഹ്ലാദവും അഹങ്കാരവുമായിരുന്നു ഈ സീരിയൽ നടിക്ക്. എന്നാൽ തിരിച്ച് വന്ന വഴിയെ തന്നെ സീരിയലിലേക്കും അതുപോലെ തന്നെ ഏറ്റവും ബേസ് ലെവലിലേക്ക് അവരെ തള്ളി വട്ടപൂജ്യമാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട് അമേത്തിയിലെ ജനങ്ങൾ. കിഷോരിലാൽ 1.25 ലക്ഷം വോട്ടിനാണ് സ്മൃതിയെ കെട്ടുകെട്ടിച്ചത്. അതോടെയാണ് അവരുടെ രാഷ്ട്രീയ സ്വപ്നം അവസാനിച്ചതും ഇപ്പോൾ വീണ്ടും സീരിയലിൽ ഉപജീവനത്തിനായി അവർ നടക്കുന്നതും.